വിഷമത്തോടെ തന്നെ പറയാം. 1.5 വർഷം കഴിയുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റില്ല. എല്ലാം KSRTC വണ്ടിയും കൊണ്ട് ഇന്ന് മൂന്നാറിലേക്ക് നേരിക്കും. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ് ആണല്ലോ, അത് റിബണൊക്കെ കെട്ടി അലങ്കരിച്ച് അപ്പോഴും ലക്ഷറി ടാക്സ് അടച്ച് കോൺട്രാക്ട് കാരേജ് ലൈസൻസ് പുതുക്കി നടക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകാരെന്താ ഇപ്പം ഷെഡിൻ്റെ അകത്ത് കൊണ്ട് വണ്ടി വിട്ടിട്ട് മാസം ടാക്സും ക്ഷാമനിധി മാത്രം അടച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു കഴിഞ്ഞ ദിവസം KSRTC ബസ് ടൂറിന് വേണ്ടിയിട്ട് കോളേജിലെ പിള്ളേരെ എടുത്ത് മൂന്നാറിലേക്ക് വിട്ടു. അപ്പോൾ കോളേജിൽ നമ്മുടെ മാളക്കേരളത്തിലുള്ള ഒരു കോളേജിൽ നിന്ന് മൂന്നാർ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ആ കോളേജിലെ പിള്ളേരെല്ലാം ഇറങ്ങി നിൽക്കുന്നു. നമ്മുടെ KSRTC 2 ബസ് കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നു പിള്ളേരെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ വായിച്ചു വേണം, കൊമ്പന്മാരുമായി മാള കോട്ടക്കൽ കോളേജിൽ നിന്നും മൂന്നാറിലേക്ക്. ഓക്കെ, നല്ല കാര്യം. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ആണല്ലോ, അത് റിബണൊക്കെ കെട്ടി അലങ്കരിച്ച് കോളേജ് ട്രിപ്പിനൊക്കെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾ എങ്ങനെ ട്രിപ്പ് എടുക്കും അതുപോലെ തന്നെയാണ് ട്രിപ്പ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ബസ്സിനോടുള്ള ഇഷ്ടം കൂടി ഇപ്പോൾ വണ്ടി ട്രിപ്പ് എടുക്കാൻ വന്നപ്പോൾ അലങ്കരിച്ച് റിബണൊക്കെ കെട്ടി ആ ഒരു കിടിലുമായിട്ട് വണ്ടി ട്രിപ്പ് എടുക്കാൻ വന്നു. പിള്ളേർ അതിനൊക്കെ ഒരു എൻട്രി പോലെയൊക്കെ കൊടുത്തു, അവർ ട്രിപ്പ് വരെ പോയി. പക്ഷെ അവിടെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു കൊറോണ സമയത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ടാക്സ് അടയ്ക്കണം, CC എങ്ങനെ അടയ്ക്കണം എന്നുള്ള ആദ്യം ടെൻഷനൊക്കെ കയറി ദിവസം തള്ളി നീക്കി കൊറോണ കാലം കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഈ കോളേജ് സ്കൂളൊക്കെ തുറന്ന സമയത്ത് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് എനർജി ആയിട്ട് വന്നിട്ട് ഓട്ടങ്ങളൊക്കെ ഓടിത്തുടങ്ങി. ആ സമയത്ത് ഒരു ബസ്സിൽ നമ്മൾ തീപ്പൊരിയൊക്കെ കത്തി വൻ വിഷയമായി. ആ സമയം മുതൽ നമ്മളെ സാറന്മാർ ക്രാഷ് കാർഡ്, ലൈറ്റ് എല്ലാം നിരോധിച്ചു. അനധികൃതമായിട്ടുള്ള സാധനങ്ങളൊന്നും ടൂറിസ്റ്റ് ബസ്സിൽ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാം ഒരുപ്പിച്ച് ഷെഡിൽ വരെ പോയി എല്ലാ വണ്ടികളെയും പൊക്കി തുടങ്ങി. അങ്ങനെ എന്ത് പറഞ്ഞു, അവർ നിയമപാലകർ പറയുന്ന നിയമം പാലിച്ച് വണ്ടി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ബസ്സുകാർ തുടങ്ങി. ട്രെൻഡിങ്ങിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് അവർ അതിനങ്ങ് ഏറ്റെടുത്തു. നമ്മൾക്ക് വണ്ടി ക്രാഷ് കാർഡില്ല, ടോപ്പ് ലൈറ്റ് ഇല്ല, അനധികൃതമായിട്ടുള്ള ഈ വാർത്താ ചാനലുകളൊക്കെ വായിച്ചങ്ങ് ആഘോഷിച്ചു. അനധികൃതമായിട്ടുള്ള സാധനങ്ങളാണ് ടൂറിസ്റ്റ് ബസ്സിലുള്ളത്. ഇപ്പോൾ അവരുടെ അനധികൃതമായിട്ടുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു, ഊരി മാറ്റി. എന്നിട്ട് ഓട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ദിന്തരിക്കെടുത്തോ KSRTC ബസ്സുകൾ ഒന്ന് ട്രിപ്പ് എടുത്തു പോകാൻ തുടങ്ങി. അല്ല, അറിയാൻ വയ്യാത്തത് ചോദിക്കാം, കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്കല്ലേ ട്രിപ്പ് എടുക്കാനുള്ള അവകാശമുള്ളൂ. നമ്മളൊരു 3-4 വർഷം മുമ്പ് ഒരു പ്രൈവറ്റ് ബസ് കല്യാണ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ കല്യാണത്തിന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വിട്ടു. അതുപോലെ തിരിച്ചു വരുന്ന വഴിക്ക് ഈ സാറന്മാർ വണ്ടി പിടിച്ചു. എന്നിട്ട് ചോദിച്ചത് കോൺട്രാക്ട് കാരേജ് ലൈസൻസ് ഉണ്ടോ. റൂട്ട് ഓടുന്ന ബസ്സാണ്, അവരോട് ചോദിച്ചതാണ് കോൺട്രാക്ട് കാരേജ് ബസ് ഉണ്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാർട്ടി എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വിട്ട് തിരിച്ചു വരണം. കോൺട്രാക്ട് കാരേജ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ നമ്മുടെ മാളക്കടുത്തുനിന്ന് കോളേജിൽ നിന്ന് 2 KSRTC ബസ് ട്രിപ്പ് എടുത്തു. കോൺട്രാക്ട് കാരേജ് ലൈസൻസ് ഉണ്ടോ? അല്ല, അപ്പം റൂട്ട് ഓടുന്ന വണ്ടിയല്ലേ. എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, അതിപ്പോൾ എന്താണ് സംഭവം? അതും കോളേജ് പിള്ളേരാണ് ആ വണ്ടികൾ വിളിച്ച് ട്രിപ്പ് പോയത്, അതും മൂന്നാറിലേക്ക്. ഇപ്പോഴും ലക്ഷറി ടാക്സ് അടച്ച് കോൺട്രാക്ട് കാരേജ് ലൈസൻസ് പുതുക്കി നടക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകാരെന്താ ഇപ്പം ഷെഡിൻ്റെ അകത്ത് കൊണ്ട് വണ്ടി വിട്ടിട്ട് മാസം ടാക്സും ക്ഷാമനിധി മാത്രം അടച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ഇനി അല്ല, എനിക്ക് തോന്നുന്നു ഈ ടൂറിസ്റ്റ് ബസ്സിലെ ഓണേഴ്സ് എല്ലാം കോടീശ്വരന്മാരെന്നാണ് ഈ വാർത്താക്കാരന്മാരും ബാക്കിയുള്ളവരും പറഞ്ഞ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടാക്സ് മാത്രം മതി, വണ്ടികളൊന്നും ഓടണ്ട, ഈ ടൂറിസ്റ്റ് ബസ് ടാക്സ് അടച്ചിട്ട് ഷെഡിൻ്റെ അകത്തിട്ടാൽ മതി, ബാക്കി വണ്ടികളൊക്കെ നമുക്ക് ട്രിപ്പ് എടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഇനി പോകുന്നതെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വണ്ടികളെ പിടിച്ചു തുടങ്ങിയില്ലേ എം സാറന്മാർ, ഈ വണ്ടികളൊക്കെ പിടിച്ചു തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് ബസ് വീട്ടിലുള്ളവരെന്നെ തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വണ്ടികളും ഷെഡിലാക്കിയിട്ട് വേണം KSRTCക്ക് കോളേജുകളിലും സ്കൂളിലും കയറി ട്രിപ്പ് എടുത്തോടാൻ, എന്നിട്ട് സാറന്മാർ പാക്കേജിങ് ചെയ്യുന്നത് തമാശയ്ക്ക് പറഞ്ഞു. പക്ഷെ അതാണ് ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ കാര്യം മനസ്സിലായ കാരണം വണ്ടികളെല്ലാം എന്ത് ചെയ്തു, പയ്യന്മാരെ നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല, സൗണ്ട് ഇല്ല, എല്ലാം ഊരി വെച്ചിരിക്കുന്നു. അവര് ചേട്ടാ പിന്നെ ഇപ്പം ട്രിപ്പ് പോകുന്നില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ ഇതൊക്കെ മാറുമെന്ന് നോക്കാം, ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പലവരും തിരിച്ചു പോകുന്നത്. ആ സമയത്ത് അടക്കണം KSRTC ട്രിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോഴും മറ്റൊരു ചോദ്യം, ഈ ഓരോ ടൂറിസ്റ്റ് ബസ്സിലും വന്ന് കയറിയിട്ട് ലൈറ്റുകളുടെ എണ്ണം മറ്റേ വണ്ടിയിൽ 3 ലൈറ്റ് ഉണ്ട്, ആ വണ്ടി 4 ലൈറ്റ് ഉണ്ട്, മറ്റേ വണ്ടി അവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ വണ്ടി എന്തുകൊണ്ടില്ല എന്നുകൊണ്ട് ഈ വണ്ടി ഇറങ്ങിപ്പോയി ആ വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ ഞാൻ എവിടെയെങ്കിലും ലൈറ്റ് ഇല്ല, സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഫാൻസ് പയ്യന്മാർ, അവന്മാർ എന്നില്ല ഇപ്പോഴുണ്ട് KSRTC വിളിച്ച് പോയെ. ഇപ്പം ക്രാഷ് കാർഡും ടോപ്പ് ലൈറ്റൊക്കെ ഇല്ല, തൂക്ക് ലൈറ്റുകളില്ല, എല്ലാം ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഷെഡിക്ക് അറിയപ്പോൾ വെറൈറ്റി കമ്പനി KSRTC പിടിച്ച് പോയി. ഇപ്പം ലൈറ്റും വേണ്ട, സൗണ്ടും വേണ്ട, സ്മോക്കറും വേണ്ട, ഒന്നും വേണ്ട. ടൂറിസ്റ്റ് ബസ്സിൽ ഇവർക്ക് വേണ്ടിയിട്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓരോ കാലത്തിനൊപ്പം ഓരോ കോൺസെപ്റ്റും കൊണ്ടുവന്ന്
ഇല്ലാത്ത പൈസ മുടക്കി വണ്ടി അലങ്കരിച്ച് ട്രിപ്പിന് എൻജോയ് ചെയ്ത് പോകാൻ കണക്കിന് വൃത്തിയാക്കി ക്ലീനാക്കി കൊണ്ട് നടക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ എല്ലാം ഷെഡിലും അതിൻ്റെ ഓണേഴ്സ് എല്ലാം കട്ടപ്പുറത്ത്. അല്ല അതാണല്ലോ ഇപ്പം നടക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും വിഷയമുണ്ട് KSRTC ട്രിപ്പ് എടുത്തുണ്ട്. എന്നിട്ടും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ജീവനക്കാരും ഓണേഴ്സും 10 പേരുണ്ടെങ്കിൽ ഒരാൾ ഒരു രീതി പറയും, മറ്റൊരു രീതി പറയും. ഒറ്റക്കെട്ടായിട്ട് നിന്ന ഈ വിഷയമൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. അല്ല ഇപ്പം പോകുന്ന പോലെ എങ്ങനെയോ ആയിക്കൊണ്ട് പോട്ട്, അല്ലെങ്കിൽ അവരുണ്ടല്ലോ അവർ ചെയ്യും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാണ് ഇന്ന് വീണ്ടും ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് എങ്കിൽ വിഷമത്തോടെ തന്നെ പറയാം, 1-1.5 വർഷം കഴിയുമ്പം ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയാണല്ലോ ചില മഞ്ഞ പത്രങ്ങളൊക്കെ ഇപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ കയറ്റുന്ന വണ്ടി എന്ന് പറഞ്ഞ് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം അടിച്ചു താത്തിയിട്ടിട്ട് ഇൻഷുറൻസ് പോലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്ത വണ്ടികൾ ബ്രാക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള KSRTC ബസ്സുകളും കൊണ്ടാണ് ട്രിപ്പ് പോകുന്നത്. ലൈറ്റ് വേണം, സൗണ്ട് വേണം, സ്മോക്കർ വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് പോകാൻ വണ്ടി വിളിക്കാൻ വന്ന പിള്ളേര് എല്ലാം KSRTC വണ്ടിയും കൊണ്ട് ഇന്ന് മൂന്നാറിലേക്കായിരിക്കും KSRTC ബസ്സിന്റെ മുകളിലൊക്കെ കയറി ഡാൻസ് ഒക്കെ കളിച്ച് നമ്മുടെ 5.1 ഹോം തിയേറ്ററൊക്കെ വെച്ചാണ് ട്രിപ്പ് പോയേക്കാണ്. സൂപ്പറായിരിക്കും, ഒന്നും പറയില്ല, വേറെ ലെവലായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ KSRTC ബസ് ആ കോളേജിൽ ട്രിപ്പ് എടുക്കുന്ന ഈ പോസ്റ്റിന് നമ്മുടെ പയ്യന്മാര് ടൂറിസ്റ്റ് ബസ് പേരിലുള്ളവര് ഇട്ട ഒരു ക്യാപ്ഷൻ: പരസ്പരം പാര വെച്ച് പ്രസ്ഥാനം നശിപ്പിക്കാൻ നോക്കുന്നവർക്ക് സമർപ്പിക്കുന്നു, നാളെ വാവാണ്, അതായത് ഇന്നേ പോയി ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിന് ബലിയിടുക. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്തോ. കറക്റ്റാണ്. ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളവർ പോലും ഒറ്റക്കെട്ടായി നിൽക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇപ്പൊ ഇങ്ങനെ പോകുന്നത്. നല്ല വിഷമത്തോടെ കാരണം കുറേ പേര് പറഞ്ഞ കാര്യമുണ്ട്, ഇനിയെങ്കിലും ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഒരു 1-1.5 വർഷം കഴിയുമ്പം ഈ ഫീൽഡ് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ടൂറിസ്റ്റ് ബസ്സിനെയൊക്കെ ഷെഡ് കയറ്റി എടുത്തിട്ട് ബാക്കിയുള്ളൊരു ട്രിപ്പ് കൊണ്ട് പോയി തുടങ്ങി. അപ്പം ഈ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 3 മാസം കൊണ്ട് ടാക്സും അടച്ച് വണ്ടിയിൽ സൗണ്ടും ലൈറ്റും ഒക്കെ വെച്ച് ക്ലീനാക്കി വണ്ടി എൻജിൻ കംപ്ലൈൻറ്റ് പോലും ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും അത് ശരിയാക്കി കൊണ്ട് നടക്കുന്ന ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ കട്ടപ്പുറത്തിരിക്കേണ്ടി വരും. ഈ കൊമ്പന്റെ വിഷയം വന്ന സമയത്തൊക്കെ വിരലിലുണ്ടാവുന്ന 1-2 പേരൊക്കെ പ്രതികരിച്ച് ഇപ്പോഴും അവര് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. ടൂറിസ്റ്റ് ബസ്സിനകത്തുള്ള പ്രസ്ഥാനങ്ങൾ കുറെ സംഘടനകളുണ്ട്. അതിൽ 1-2 സംഘടനകളൊക്കെ ടൂറിസം വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ കണ്ടിട്ട് ഇതിനൊക്കെ കുറച്ച് സ്റ്റേ, അതായത് കളർ കോഡിനൊക്കെ കുറച്ച് സ്റ്റേ നമുക്ക് വാങ്ങിച്ചു തന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്തായാലും സംഘടനകൾ മന്ത്രിമാരായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ രക്ഷപ്പെടാം. എന്നാലും ആ ഒരു ഇത് കൊള്ളായിരുന്നു. കാരണം KSRTC ട്രിപ്പ് എടുത്തുണ്ട് 2 ബസ്സാണ്. 2 ബസ്സും കൊണ്ടിട്ട് പിള്ളേരെല്ലാം ഫ്രണ്ടിലൊക്കെ നിരന്ന് നിന്ന് വണ്ടിയൊക്കെ കാണുന്നത് പോലെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെച്ച് ഏതാ ലെവൽ നോക്കണേ. ഒരു കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരിക്കും. ട്രിപ്പൊക്കെ വൻ പൊളിയായിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. കാരണം ലൈറ്റും വേണ്ട, സൗണ്ടും വേണ്ട, സ്മോക്കറും വേണ്ട. ടൂറിസ്റ്റ് ബസ്സിൽ മാത്രം ട്രിപ്പ് പോകണമെങ്കിൽ അവന്മാർക്ക് എല്ലാം വേണം. ഇപ്പം ഇതിന് ഇത്തിരി മോശം അവസ്ഥ ആയപ്പോൾ എല്ലാവർക്കും ടൂറിസ്റ്റ് ബസ്സിനെ തിരിഞ്ഞു നോക്കാൻ പോലും ഈ ഫാൻസ് പയ്യന്മാരൊന്നും ഇല്ല. എല്ലാവരും അതിന്റെ പാടും നോക്കിയെങ്കിൽ പോയി തുടങ്ങി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കിയപ്പോൾ എന്താ, ടൂറിസ്റ്റ് ബസ്സിൽ ലൈറ്റില്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല. KSRTC നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ബസ് കൊടുക്കുന്നതിന്റെ ഒരു പകുതി പൈസ കൊടുത്താൽ മതി, പോയി ട്രിപ്പൊക്കെ പോയി അറമതിച്ചിട്ട്. അതും ടൂറിസ്റ്റ് ബസ്സിൽ ട്രിപ്പ് പോയപ്പം വണ്ടിയുടെ മുകളിൽ കയറാൻ പറ്റില്ല. KSRTC പോയാൽ വണ്ടിയുടെ മുകളിൽ കയറും, ഡ്രൈവറിന്റെ സൈഡിൽ ഇരുന്ന് വീടെടുക്കും, എന്ത് വേണോ ചെയ്യും. ഇനിയുള്ള കാലം എന്നറിയോ, ടൂറിസ്റ്റ് ബസ് ഭ്രാന്തന്മാരൊക്കെ പോയി ഇനി ആനവണ്ടി ഭ്രാന്തന്മാരുടെ തിരിച്ചു വരാം. ഒരു കാലത്ത് ടൂറിസ്റ്റ് ബസ്സും ആനവണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ഒറ്റ ഫാൻസ് ആയിരുന്നു. അത് കുറച്ചുകൂടെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ ആനവണ്ടി പ്രത്യേകം ഫാൻസായി, ടൂറിസ്റ്റ് ബസ്സിന് പ്രത്യേകം ഫാൻസായി. ഇപ്പോഴോ ടൂറിസ്റ്റ് ബസ് ഫാൻസിലുണ്ടായിരുന്ന കുറേ പേരൊക്കെ ആനവണ്ടി ഫാൻസിൽ പോയി ആനവണ്ടി ഫാൻസിലുണ്ടായിരുന്നവർക്ക് ഇവിടെ വന്നു. ഇപ്പോൾ ശുഭം, ആർക്കും സ്മോക്കറും വേണ്ട, ലൈറ്റും വേണ്ട. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.